നമസ്കാരം. മീനിങ് ഓഫ് ലേണിംഗ് ഡിസബിലിറ്റീസ്, ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ്, കോസസ് ഓഫ് ലേണിംഗ് ഡിസബിലിറ്റീസ് ആൻഡ് ജനറൽ പ്രൊവിഷൻസ് ഫോർ ദ എഡ്യൂക്കേഷൻ ഓഫ് ലേണിംഗ് ഡിസേബിൾഡ് ചിൽഡ്രൻ. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലേണിംഗ് ഡിസബിലിറ്റീസ് അഥവാ പഠന വൈകല്യം എന്നത് സാധാരണ ബുദ്ധിശക്തിയുള്ള കുട്ടികൾക്ക് പഠനത്തിൽ നേരിടുന്ന പ്രത്യേകതരം ബുദ്ധിമുട്ടുകളെയാണ് സൂചിപ്പിക്കുന്നത്. ധാരാളം കുട്ടികൾ പഠനത്തിൽ ബുദ്ധിമുട്ടുകൾ കാണിക്കാറുണ്ട്. എന്നാൽ പഠന ബുദ്ധിമുട്ടുകൾ അഥവാ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് എല്ലാം തന്നെ പഠന വൈകല്യങ്ങളല്ല. താല്പര്യമില്ലായ്മ, ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന രീതിയിലെ പ്രശ്നങ്ങൾ തുടങ്ങിയവ കൊണ്ടൊക്കെ പഠനത്തിൽ ബുദ്ധിമുട്ട് നേരിടാം. എന്നാൽ അത് വൈകല്യമായി കണക്കാക്കാനാവില്ല. ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ IQ ലെവൽ നോർമൽ അല്ലെങ്കിൽ അതിൽ കൂടുതലാവുകയും എന്നാൽ പഠനത്തിൽ പിന്നിലാവുകയും ചെയ്യുന്ന അവസ്ഥയാണ്. ബാക്കി എല്ലാ മേഖലകളിലും അവർ ഓക്കെ ആയിരിക്കും, പക്ഷേ പഠനത്തിൽ മാത്രം പിന്നിലാവുന്നു. ഇതൊരു ന്യൂറോളജിക്കൽ പ്രോസസ്സിംഗ് പ്രോബ്ലമാണ്. അതായത് അവർ വായിച്ച അല്ലെങ്കിൽ കണ്ട കാര്യങ്ങൾ തലച്ചോറിലെത്തി അത് പ്രോസസ്സ് ചെയ്തെടുക്കാനുള്ള പ്രോബ്ലമാണ് ലേണിംഗ് ഡിസബിലിറ്റീസ്. ചില കുട്ടികൾക്ക് ചിലപ്പോൾ വായിക്കാൻ പ്രയാസമായിരിക്കാം, ചിലർക്ക് സ്പീക്കിംഗ് പ്രോബ്ലംസ് വരാം, സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഓർ റൈറ്റിംഗ് പ്രോബ്ലംസ്, ചിലർക്കത് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ആവാം. 1-2 പ്രാവശ്യമൊക്കെ തെറ്റുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഒരേ തെറ്റ് തന്നെ പലതവണ റിപ്പീറ്റ് ചെയ്യുന്ന അവസ്ഥയാണ് നമ്മൾ പഠന വൈകല്യമായി കണക്കാക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ചില കുട്ടികൾ B എന്ന ഇംഗ്ലീഷ് ലെറ്റർ എപ്പോഴും D ആയി എഴുതുന്നു, അല്ലെങ്കിൽ ബിഫോറും ആഫ്റ്ററും തമ്മിൽ സ്ഥിരമായി കൺഫ്യൂഷൻ വരുന്നു. ഇതൊക്കെ പഠന വൈകല്യങ്ങളാണ്, അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റീസ് ആണ്. സോ ലേണിംഗ് ഡിസബിലിറ്റീസ് റെഫേഴ്സ് ടു എ ഗ്രൂപ്പ് ഓഫ് disorders in basic learning skills caused by problems in brain functioning and information processing. അതാണ് ഇതിനെ ന്യൂറോളജിക്കൽ പ്രോസസ്സിംഗ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഇത് ബേസിക്കലി അഫക്റ്റ് ചെയ്യുന്നത് ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ്, സ്പെല്ലിംഗ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ എബിലിറ്റീസിനെയാണ്. Examples are dyslexia, which is difficulty to read, dysgraphia, difficulty in writing, and dyscalculia related to mathematical abilities. So ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ലേണിംഗ് ഡിഫിക്കൽട്ടീസ്, അതായത് ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ ആൻഡ് ഡിസ്കാൽക്കുലിയ. General characteristics of learning disabled children. As I already said, LD children feel difficulty in learning basic skills including reading, writing, mathematics and language. ഇത്തരം കുട്ടികൾക്ക് പഠന കാര്യങ്ങളിൽ മെമ്മറി പവർ വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ അവർ സ്ലോ ലേണേഴ്സും ആയിരിക്കും. ക്ലാസ് റൂമിലൊക്കെ അവർക്ക് തീരെ കോൺസെൻട്രേഷൻ ഉണ്ടാവുകയില്ല, വളരെ അശ്രദ്ധമായിട്ടായിരിക്കും അവർ ഉണ്ടാവുക. അതുപോലെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് സെയിം ഏജിലുള്ള കുട്ടികളുടെ അച്ചീവ്മെൻറ്റ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത്തരം കുട്ടികൾക്ക് വളരെ കുറഞ്ഞ അച്ചീവ്മെൻറ്റ്സ് മാത്രമേ കാണിക്കുകയുള്ളൂ. അവരിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നതിൽ നിന്നും വളരെ താഴെയായിരിക്കും അവരുടെ അച്ചീവ്മെൻറ്റ്സ്. സോ ദർ ഇസ് എ ബിഗ് ഗ്യാപ്പ് ബിറ്റ്വീൻ ദ എക്സ്പെക്റ്റഡ് ആൻഡ് ആക്ച്വൽ അച്ചീവ്മെൻറ്റ്. ഇത്തരം കുട്ടികളിൽ ചില ന്യൂറോ മസ്കുലർ കോർഡിനേഷൻ ഡിസോർഡേഴ്സ് കാണാറുണ്ട്. ഫോർ എക്സാമ്പിൾ, പുവർ കോർഡിനേഷൻ ബിറ്റ്വീൻ ഐ ആൻഡ് ഹാൻഡ് ആൻഡ് ഇംപ്രോപ്പർ മോട്ടോർ ആക്ടിവിറ്റീസ് എക്സെട്ര. പിന്നെ മറ്റ് ചില പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് പറയുന്ന ഇൻസ്ട്രക്ഷൻസ്, ഇവർക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റാതിരിക്കാം. അതുപോലെ തന്നെ അവരോട് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, അവർക്ക് അവരെക്കുറിച്ച് തന്നെ കൃത്യമായ ഒരു അവബോധമില്ലായ്മ, അതായത് ലാക്ക് ഓഫ് സെൽഫ് കോൺസെപ്റ്റ്. ഇതൊക്കെ ഇത്തരം കുട്ടികളുടെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇത്തരം പല കുട്ടികളും വളരെ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും, അതായത് അടങ്ങിയിരിക്കാൻ പറ്റാത്ത അവസ്ഥ, ക്ലാസ് റൂമിലൊക്കെ ഓടി നടക്കുക, ബെഞ്ചിൽ ഇരിക്കാത്ത അവസ്ഥ, ഇതൊക്കെ ഹൈപ്പർ ആക്ടിവിറ്റിയുടെ ലക്ഷണങ്ങളാണ്. ആൻഡ് ഓൾസോ ദേ ഷോ ഇമോഷണൽ പ്രോബ്ലംസ് ലൈക്ക് ആങ്സൈറ്റി, മൂഡിനെസ് എക്സെട്ര. ചിലപ്പോൾ ഹൈപ്പർ ആക്റ്റീവ് ആയ കുട്ടി തന്നെ, ഓടി നടന്നുകൊണ്ടിരുന്ന കുട്ടി തന്നെ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ വളരെ മൂഡിയായിട്ട്, ഒരു ഉന്മേഷം ഇല്ലാതെ ഒരു സ്ഥലത്ത് ഇങ്ങനെ എന്തെങ്കിലും ആലോചിച്ചിരിക്കുന്ന അവസ്ഥ. സോ ഇതൊക്കെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് LD ചിൽഡ്രനിൽ വരുന്ന കാര്യങ്ങളാണ്. വാട്ട് ആർ ദ കോസസ് ഓഫ് ലേണിംഗ് ഡിസബിലിറ്റീസ്? അതായത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ലേണിംഗ് ഡിസബിലിറ്റീസ് ഉണ്ടാവുന്നത്? ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ജെനറ്റിക് ഫാക്ടേഴ്സാണ്. 20 to 25% of LD cases are due to hereditary reasons.
ദാറ്റ് ഈസ് ചേഞ്ചസ് ഇൻ ദ ജെനറ്റിക് ലെവൽ. ഇത് ഒരു ജനറേഷനിൽ നിന്ന് നെക്സ്റ്റ് ജനറേഷനിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നവയാണ്. ജീനിലുണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ടാണ് ചില സമയങ്ങളിൽ ലേണിംഗ് ഡിസബിലിറ്റീസ് ഉണ്ടാകുന്നത്. ഇനി രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ്. സെൻട്രൽ നെർവസ് സിസ്റ്റം, അതായത് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് പ്രോപ്പറായി ഫങ്ഷൻ ചെയ്യാത്തത് മൂലവും ലേണിംഗ് ഡിസബിലിറ്റീസ് ഉണ്ടാവാം. ആക്സിഡൻറ്റ് മൂലമോ അല്ലെങ്കിൽ പ്രഗ്നൻസി അല്ലെങ്കിൽ ഡെലിവറി ടൈമിൽ ആവശ്യത്തിന് ഓക്സിജൻ ഇല്ലാതിരിക്കുന്ന അവസ്ഥ, ചില പ്രത്യേക മരുന്നുകളുടെ ഉപയോഗം എന്നിവയൊക്കെ കൊണ്ട് ബ്രെയിൻ ഡിസ്ഫങ്ഷനിങ് സംഭവിക്കാം. അതുപോലെ തന്നെ മറ്റൊരു കാരണമാണ് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഇൻ ഗ്രോയിങ് പീരീഡ്. സോ ലേണിംഗ് ഡിസബിലിറ്റി എന്നത് ഒരു ന്യൂറോളജിക്കൽ പ്രോസസ്സിംഗ് ഡിസോർഡർ ആയതുകൊണ്ട് തന്നെ സെൻട്രൽ നെർവസ് സിസ്റ്റം ഡിസ്ഫങ്ഷനിങ് ആയാൽ ന്യൂറോളജിക്കൽ പ്രോസസ്സ് പ്രോപ്പർ ആകാതിരിക്കാനും അതുവഴി ലേണിംഗ് ഡിസബിലിറ്റീസ് ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അടുത്തത് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സാണ്. ഒരു കുട്ടി വളരുന്ന സോഷ്യൽ സർക്കംസ്റ്റൻസസ് ചിലപ്പോഴൊക്കെ ലേണിംഗ് ഡിസബിലിറ്റീസിന് കാരണമാകാം. അതായത് പ്രഗ്നൻസി ടൈമിലെ പോഷകാഹാരക്കുറവ്, പ്രിമച്വർ ഡെലിവറി, ഗുരുതര രോഗങ്ങൾ, ഇംപ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ദ സെൻസ് ഓർഗൻസ്, ലാക്ക് ഓഫ് മോട്ടിവേഷൻ, സാമൂഹിക സാംസ്കാരിക പിന്നോക്കാവസ്ഥ എന്നിവയൊക്കെയാണ് ലേണിംഗ് ഡിസബിലിറ്റീസിന് കാരണമാകുന്ന എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. സോ പ്രധാനമായും 3 കോസസാണ് നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റീസിനെ കണക്കാക്കുന്നത്: ജെനറ്റിക് ഫാക്ടേഴ്സ്, ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ് ആൻഡ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. 2 രീതിയിലാണ് ലേണിംഗ് ഡിസേബിൾഡ് ആയിട്ടുള്ള ചിൽഡ്രനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഒന്നാമത്തത് നോൺ ടെസ്റ്റിംഗ് ഡിവൈസസ്. ഒബ്സർവേഷൻ, റേറ്റിംഗ് സ്കെയിൽ, ചെക്ക് ലിസ്റ്റ്, ഇൻ്റർവ്യൂ തുടങ്ങിയ മാർഗങ്ങൾ ഉപയോഗിച്ച് കുട്ടികളുടെ ജനറൽ പേഴ്സണാലിറ്റി, ഹൗ ദേ ആക്ച്വലി ബിഹേവ് ആൻഡ് സ്റ്റഡി എന്നൊക്കെ മനസ്സിലാക്കി അവർക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടോ എന്ന് തിരിച്ചറിയുന്നു. ടീച്ചേഴ്സിൻ്റെയും പേരൻസിൻ്റെയും ഒപ്പീനിയൻ കമ്പൈൻ ചെയ്താണ് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പിക്കുന്നത്. രണ്ടാമത്തേതെന്ന് പറയുന്നത് ടെസ്റ്റിംഗ് ഡിവൈസസ് ആണ്. ഇതിൽ ഉൾപ്പെടുന്നത് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്, എബിലിറ്റി ടെസ്റ്റ്, ടീച്ചർ മെയ്ഡ് ടെസ്റ്റ് എന്നിവയൊക്കെയാണ്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഉപയോഗിക്കുന്നത് സെയിം ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഈ പർട്ടിക്കുലർ കുട്ടിയുടെ പഠന നിലവാരം എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കാനാണ്. എബിലിറ്റി ടെസ്റ്റ് ആർ കണ്ടക്റ്റഡ് ടു അസസ് ദ ഡിഗ്രി ഓഫ് എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ലേൺ. അതായത് ഒരു കാര്യം മനസ്സിലാക്കി പഠിക്കാനുള്ള കഴിവ് എത്രത്തോളം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി. ഇത്തരം ടെസ്റ്റുകളിലൂടെ ഈ കുട്ടിക്ക് എത്രമാത്രം പഠനവൈകല്യം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അത് കൃത്യമായി മനസ്സിലായാൽ മാത്രമേ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഈ കുട്ടിക്ക് പഠനത്തിനായി ചെയ്തു നൽകുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ 2 ഘട്ടങ്ങളിലൂടെയാണ് ലേണിംഗ് ഡിസബിലിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ആദ്യ ഘട്ടത്തിൽ LD ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നു. പിന്നീട് വിവിധതരം ടെസ്റ്റുകളിലൂടെ എത്രമാത്രം ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. പ്ലാനിംഗ് ആൻഡ് റെമഡിയൽ മെഷേഴ്സ് ഓർ ജനറൽ പ്രൊവിഷൻസ് ഫോർ ദ എഡ്യൂക്കേഷൻ ഓഫ് LD ചിൽഡ്രൻ. അതായത് LD കുട്ടികളുടെ പഠനം എങ്ങനെ ആയിരിക്കണം, എന്തൊക്കെ പദ്ധതികളാണ് അവരുടെ പഠന ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തേത് പ്രൊവിഷൻ ഫോർ സ്പെഷ്യൽ സ്കൂൾസ് ഓർ ക്ലാസ്സസ്. നോർമലായിട്ടുള്ള കുട്ടികൾക്കൊപ്പം പഠിക്കാൻ കഴിവില്ലാത്ത ലേണിംഗ് ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾക്കായി പ്രത്യേക സ്കൂളുകളോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ക്ലാസ് റൂംസോ ഒരുക്കണം. അവർക്കായി ട്രെയിൻഡ് ടീച്ചേഴ്സും പ്രത്യേക ടീച്ചിങ് എയ്ഡ്സും പുതിയ ടീച്ചിങ് മെത്തേഡ്സും ഒക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനും പഠിക്കാനും സാധിക്കും. ഇതാണ് പ്രൊവിഷൻ ഫോർ സ്പെഷ്യൽ സ്കൂൾസ് അല്ലെങ്കിൽ ക്ലാസ്സസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, പ്രൊവിഷൻ ഫോർ സ്പെഷ്യൽ റെമഡിയൽ എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ്. നിലവിലുള്ള എഡ്യൂക്കേഷണൽ സെറ്റപ്പിൽ തന്നെ ലേണിംഗ് ഡിസേബിൾഡ് ചിൽഡ്രന് പ്രത്യേക പരിഗണന നൽകുക എന്നതാണ് സ്പെഷ്യൽ റെമഡിയൽ എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനായി സ്പെഷ്യലി ട്രെയിൻഡ് ടീച്ചേഴ്സ്, ലേണിംഗ് മെറ്റീരിയൽസ് ഒക്കെ ആവശ്യമാണ്. സർക്കാർ ഏജൻസികളായ NCERT, SCERT, ഡയറ്റ്, ടീച്ചർ എഡ്യൂക്കേഷൻ സെൻറ്റേഴ്സ്, യൂണിവേഴ്സിറ്റീസ്, അതുപോലെ തന്നെ സ്വകാര്യ സംഘടനകൾ അതായത് NGOസിൻ്റെ ഒക്കെ സഹകരണത്തോടെയാണ് ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കേണ്ടത്. നെക്സ്റ്റ് റെമഡിയൽ മെഷർ ഇസ് സ്ട്രക്ചറിങ് ആൻഡ് ഇംപ്രൂവിങ് ദ എക്സിസ്റ്റിംഗ് എൻവയോൺമെൻറ്റൽ സെറ്റപ്പ്. അതായത്
ടീച്ചേഴ്സിൻ്റെയും പേരൻസിൻ്റെയും ഗവൺമെൻറ് ഏജൻസീസ്, കൗൺസിലേഴ്സ് ആൻഡ് സോഷ്യൽ വർക്കേഴ്സ് ഇവരുടെയൊക്കെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ കുട്ടിയുടെ ചുറ്റുപാടുകൾ അവർക്ക് അനുകൂലമായി മാറ്റുക എന്നതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് ലേണിംഗ് ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളെയും സാധാരണ കുട്ടികളെയും ഒരുപോലെ കാണുക. അപ്പം തന്നെ കുട്ടികൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുകയും അവർ പഠിക്കാനായി ശ്രമിക്കുകയും ചെയ്യും. അതാണ് ഈ സ്ട്രാറ്റജിയിലൂടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഈസ് സ്പെഷ്യലൈസ്ഡ് അപ്രോച്ചസ് ആൻഡ് ടെക്നിക്സ്. ഫസ്റ്റ് വൺ ഈസ് ബിഹേവിയറൽ അപ്രോച്ചസ്. നല്ലൊരു ലേണിംഗ് ബിഹേവിയർ കുട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുക. അതായത് ഒരു കാര്യം കൃത്യമായി ചെയ്താൽ, ഫോർ എക്സാമ്പിൾ ഒരു പാഠഭാഗം നന്നായി വായിച്ചാൽ എന്തെങ്കിലും ഒരു ചെറിയ ഗിഫ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് പ്രശംസിക്കുക. അപ്പം തന്നെ പിന്നീട് നന്നായിട്ട് വായിക്കാൻ വേണ്ടി ആ കുട്ടി ഇൻട്രസ്റ്റ് കാണിക്കും. അതേപോലെ ഓരോ നല്ല ബിഹേവിയറും വീണ്ടും വീണ്ടും അതേ രീതിയിൽ തന്നെ ആവർത്തിക്കാൻ, അല്ലെങ്കിൽ അതിലും നന്നായി ആവർത്തിക്കാൻ കുട്ടിയെ പ്രാവർത്തികമാക്കുക. അപ്രിസിയേഷനിലൂടെയോ ചെറിയ ചെറിയ റിവാർഡ്സ് കൊടുത്തോ, അതൊക്കെയാണ് ബിഹേവിയറൽ അപ്രോച്ചസ് എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഈസ് സൈക്കോ അനലിറ്റിക് അപ്രോച്ച്. ഇവിടെ ലേണിംഗ് ഡിസബിലിറ്റിയുടെ യഥാർത്ഥ റൂട്ട് കോസ് കണ്ടെത്തി അതിനെ ട്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടി വായന എപ്പോഴും ഭയപ്പെടുന്നു. ചിലപ്പോൾ അതിൻ്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് മുൻകാലത്തിൽ ആരെങ്കിലും വായനയിൽ തെറ്റ് സംഭവിച്ചപ്പോൾ വഴക്ക് പറഞ്ഞതോ കളിയാക്കിയതോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ അത് കണ്ടെത്തി അതിനാവശ്യമായ കൗൺസിലിംഗ് നൽകി കുട്ടിയെ വായിക്കാൻ പ്രാപ്തനാക്കുന്നു. സോ ഇതിലൂടെ സൈക്കോ അനലിറ്റിക് അപ്രോച്ച്, അതായത് ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ലേണിംഗ് ഡിസബിലിറ്റിയുടെ റൂട്ട് കോസ് കൃത്യമായി അനലൈസ് ചെയ്ത് മനസ്സിലാക്കി അതിനൊരു സൈക്കോളജിക്കൽ സപ്പോർട്ട്, കൗൺസിലിംഗ് പോലെയുള്ള സൈക്കോളജിക്കൽ സപ്പോർട്ട് നൽകി ആ കുട്ടിയെ ലേണിംഗ് ഡിസബിലിറ്റി ഓവർകം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷണൽ അപ്രോച്ച്. ഓരോ കുട്ടിക്കും തങ്ങളുടെ സ്വന്തമായ സ്പീഡിലും അവരുടേതായ രീതിയിലും പഠിക്കാൻ അവസരം നൽകിയാണ് ഈ അപ്രോച്ച് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, മാത്സിൽ വീക്കായ ഒരു കുട്ടിക്ക് മാത്സിൻ്റെ പാഠഭാഗങ്ങൾ ലഘൂകരിച്ച് കൂടുതൽ സമയമെടുത്ത് അവരെ പഠിപ്പിക്കുക. ഒരുപാട് പ്രോബ്ലംസ്, കുട്ടിക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ കൂടുതൽ മാത്സിലെ പ്രോബ്ലംസ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അപ്പോൾ പതുക്കെ ആ കുട്ടി എന്ത് ചെയ്യും? മാത്സ് പഠിച്ചു തുടങ്ങും. സോ ഈ അപ്രോച്ചിലൂടെ ഓരോ കുട്ടിക്കും എന്താണോ ആവശ്യം അത് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പഠന രീതികൾ പ്രാവർത്തികമാക്കുക. നെക്സ്റ്റ് ഈസ് സെൽഫ് ഇൻസ്ട്രക്ഷണൽ അപ്രോച്ച്. ഇവിടെ കുട്ടികളെ സ്വയം പഠിക്കാൻ പ്രേരിപ്പിക്കുന്നു. കമ്പ്യൂട്ടർ ബേസ്ഡ് ഇൻസ്ട്രക്ഷൻസ്, വീഡിയോ കാസറ്റ്സ്, ടേപ്പ് റെക്കോർഡേഴ്സ് എന്നിവ ഉപയോഗിച്ച് കുട്ടി അവരുടേതായ സമയത്ത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പഠിക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്ന രീതിയാണ് സെൽഫ് ഇൻസ്ട്രക്ഷണൽ അപ്രോച്ച്. മൾട്ടി സെൻസറി അപ്രോച്ച്. ദറ്റ് ഈസ് യൂസ് ഓഫ് മൾട്ടിപ്പിൾ സെൻസസ് ലൈക്ക് വിഷ്വൽ, ഓഡിറ്ററി, സ്മെൽ, ടേസ്റ്റ്, ടച്ച് എക്സെട്ര ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസസ്. അതിന് എക്സാമ്പിളാണ് നമ്മുടെ മണലിൽ അക്ഷരങ്ങൾ എഴുതുക. അപ്പോൾ കുട്ടി ആ ടച്ചും അതേപോലെ തന്നെ അക്ഷരങ്ങളുടെ ആ രീതിയും എഴുതുന്ന രീതിയും ടച്ചിനോടൊപ്പം തന്നെ മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ വാക്കുകൾ ചിത്രങ്ങൾക്കൊപ്പം പഠിപ്പിക്കുന്ന രീതി തുടങ്ങിയവയൊക്കെ മൾട്ടി സെൻസറി അപ്രോച്ചിൽ വരുന്നു. ലാസ്റ്റ് വൺ ഈസ് ടെക്നോളജിക്കൽ അപ്രോച്ച്. യൂസ് ഓഫ് അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ലൈക്ക് കമ്പ്യൂട്ടർ, എഡ്യൂക്കേഷണൽ CDs, വീഡിയോ ഡിസ്ക് എക്സെട്ര ഫോർ റെമഡിയൽ ഇൻസ്ട്രക്ഷൻ. ഇത്തരം നൂതന സാങ്കേതിക വിദ്യകളൊക്കെ തന്നെയും പഠനം എളുപ്പവും രസകരവുമാക്കുന്നു. അതുമാത്രമല്ല, എവിടെ നിന്ന് വേണമെങ്കിലും, ഇപ്പോൾ സ്കൂളിലായാലും വീട്ടിലായാലും എവിടെയാണെങ്കിലും ഇത്തരം സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പഠനം വളരെ എളുപ്പവും വളരെ മനസ്സിലാക്കുന്ന രീതിയിലും സാധ്യമാണ്. ഇത്രയാണ് റെമഡിയൽ മെഷേഴ്സിൽ പറയാനുള്ളത്. ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടിയുടെ യഥാർത്ഥ പഠന ആവശ്യം, അല്ലെങ്കിൽ അവർ ഏത് രീതിയിലുള്ള റെമഡിയൽ മെഷറാണ് അവർക്ക് ആവശ്യമെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള സ്ട്രാറ്റജിയാണ് ഓരോ കുട്ടിക്കും പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതോ കുട്ടികളുടെ ലേണിംഗ് ഡിസബിലിറ്റി അതിൻ്റെ എക്സ്റ്റെൻറ്റ് അനുസരിച്ച് എത്രമാത്രം ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ട് എന്നനുസരിച്ച് ഓരോ കുട്ടിക്കും വ്യത്യാസപ്പെട്ടിരിക്കും. താങ്ക് യു.